ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സ്പിരിച്വൽ ജേർണിയിൽ പോകുന്ന ഒരുപാട് പേർ കേട്ടിട്ടുള്ളതും എന്നാൽ ചിലരൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു ടോപ്പിക്കുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണി എന്താണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയെ പറ്റിയുള്ള എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു കാലത്ത് വളരെ റെയറായിട്ടുള്ള ടോപ്പിക്കായിരുന്നല്ലേ ട്വിൻ ഫ്ലെയിം ജേർണി. പക്ഷേ ഇന്ന് സോൾമേറ്റ് എന്ന ടേം പോലെ തന്നെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ട്വിൻ ഫ്ലെയിം എന്ന ടേമും. സോൾമേറ്റ് എന്നാൽ എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. നമ്മളെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളെ എന്ത് കാര്യത്തിലും സപ്പോർട്ടും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ സോൾമേറ്റ്സ് എന്ന് വിളിക്കാറുള്ളത്. പക്ഷേ ട്വിൻ ഫ്ലെയിംസ് ഒരിക്കലും സോൾമേറ്റ്സിനെ പോലെയല്ല. അവരെ നമ്മൾ കണ്ടുമുട്ടുന്നത് പോലും നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയാണ്. നമ്മുടെ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത അപൂർവം ചില ആൾക്കാർക്ക് മാത്രമേ സ്പിരിച്വൽ ജേർണി കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ വളരെ റെയറായിട്ടുള്ള ആൾക്കാർക്കാണ് ട്വിൻ ഫ്ലെയിം ജേർണി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവർ വളരെ ഇൻറ്റൻസ് അല്ലെങ്കിൽ അതിതീവ്രമായ സ്പിരിച്വൽ ജേർണിയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഇവരെ ഓൾഡ് സോൾസ് എന്നും പറയാറുണ്ട്. അതായത് ഭൂമിയിൽ ഒരുപാട് ജന്മങ്ങളെടുത്ത് ഈ ആത്മാവിൻ്റെ അവസാന ജന്മമാവാറാവുമ്പോഴേക്കും ഈ സോൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് ഫെമിനൈൻ എനർജിയായും മറ്റൊന്ന് മാസ്കുലിൻ എനർജിയായും മാറും. അപ്പോൾ ഈ രണ്ട് എനർജീസും രണ്ട് ശരീരത്തിൽ വന്ന് അംശാവതാരം എടുക്കുമ്പോഴാണ് ട്വിൻ ഫ്ലെയിംസ് ആവുന്നത്. ഒരു സോൾമേറ്റ് ജേർണി പോലെ വളരെ ഈസിയായുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതല്ല ട്വിൻ ഫ്ലെയിമിൻ്റെ ലക്ഷ്യം. ഇവർക്ക് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സ്പിരിച്വൽ ജേർണി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഒരുപാട് ചാലഞ്ചസും ലൈഫിലുടനീളം കാണും. ഈ വരുന്ന ചാലഞ്ചസ് എല്ലാം ഇവരുടെ സോൾ ഗ്രോത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ്. ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്താണ് ഇവർ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ തന്നെ ഇവർ ഇവരുടെ ട്വിൻ ഫ്ലെയിമിനെയും മീറ്റ് ചെയ്യുന്നു. ട്വിൻസിൻ്റെ മിററിങ്ങിലൂടെ തന്നെ ഇവർക്ക് ഇവരുടെ ഉള്ളിലെ കുറവുകൾ എന്താണെന്നും അതുപോലെ തന്നെ ഇവർ ഫേസ് ചെയ്ത ട്രോമാസും മനസ്സിലാകുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് പോലും ട്രോമ അനുഭവിച്ചവരാണ് ഈ സോൾസ്. അതുപോലെ തന്നെ ഒരുപാട് ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി വളർന്നവരുമാകാം ഇവർ. ഇവരുടെ ട്വിൻ സോൾസിനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവരുടെ ഉള്ളിലെ കുറവുകൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്യുന്ന പല സദാചാരങ്ങളും ടോക്സിക് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതും. ഡബിൾ ഫേസ് കഴിഞ്ഞ് ഇവരുടെ ഉള്ളിലെ ട്രോമ സർഫസിൽ വരാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി, എനിക്കെന്താ മറ്റുള്ളവരെ പോലെ ആകാൻ കഴിയാത്തത്. ഇത്തരം തോന്നലുകളിൽ നിന്നും നമ്മൾ നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും നമ്മൾ നമ്മളെ തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു ബാച്ചിലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നർ വർക്ക്സിലും ഹീലിങ്ങിലേക്കും തിരിയുന്നു. നമുക്ക് ചുറ്റുമുള്ളവർ പലരും കാർമിക്സ് ആണെന്നും തിരിച്ചറിയുകയും പല സാഹചര്യങ്ങളും നമുക്കെതിരാകാൻ തുടങ്ങുകയും ചെയ്യും. ഇവിടെ മുതലാണ് ശരിക്കുമുള്ള സ്പിരിച്വൽ ജേർണി ആരംഭിക്കുന്നത്. പിന്നെ നമ്മൾ ടാരോ, ആകാശിക് റീഡിംഗ് അതുപോലെ ഒരുപാട് സ്പിരിച്വൽ കോഴ്സസ് പഠിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ചാലഞ്ചസിലൂടെ കടന്നുപോയി നമ്മൾ നമ്മളെ തന്നെ കണ്ടുപിടിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ട്വിൻ സോളുമായി ഒന്നിക്കുന്നത്. നമുക്ക് നമ്മുടെ ട്വിൻ സോളിലുള്ള ഒരു ഒബ്സഷൻ അവസാനിച്ച് നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ലവിലേക്ക് തിരിയുന്നു. ആ ഒരു സ്റ്റേജിലാണ് ട്വിൻ ഫ്ലെയിമുമായി ഒരു ഹാർമോണിയസ് റീയൂണിയൻ നടക്കുന്നത്. സോ താങ്ക് യു.